മുഹ്താജൻ നീലത്തുറുജി ലൈസ മുഹ്താജൻ നീലത്തുറുജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ يوم يأتي الناس باللجاج يوم يأتي الناس باللجاج ومريضا ظاهره قد أتاه الله بالفرج قد أتاه الله بالفرج باذلا في الحب موجته ساميا بالروي والمهج ساميا بالروي والمهج إننا نرجو لشافعنا لصلاح الدين والنهج لصلاح الدين والنهج. പണ്ട് ലോകത്ത് അറബി സാഹിത്യങ്ങളുടെ അതിന്റെ സാഹിത്യങ്ങൾ പറയുന്ന പാടുന്ന ഒരു വലിയ സദസ്സുണ്ടായി. 960 മുമ്പാണ്. ഞാൻ വായിച്ചത് പ്രകാരം ബ്രസീലിലാണ് നടന്നത്. അറബിയിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ അത് പാരായണം ചെയ്യുന്നു, അത് ആസ്വദിക്കുന്നു, അത് സമ്മാനം കൊടുക്കുന്നു. ബ്രസീലിന്റെ സാറയാണ് അതിൽ 1ാം നമ്പർ നേടിയത്. ബുറുദയായിരുന്നു ജില്ലയിൽ. അമിൻ തേലക്കുരി ജീറാനി ബീവി സലമി മദ്താദ മഞ്ചറാമി മുക്ലേ തിംബിദമി അമബതിരിഹുമിൻ തിൽകായി കാലിമത്തിൻ വൗമാലൽ ബർകു ഫിൽ അൽമൈ മിന്നിലമി فكيف تنكره طنبذ ما شهدت به عليك عدول الدم والسكم يا لعيني في الهوى عذري معذرة مني إليك ولو أنت لم تلمي. എത്രയെത്ര നല്ല മധുരാനന്ദകരമായ ശൈലി, അന്നത്തെ ഏറ്റവും നല്ല ശൈലി അവതരിപ്പിച്ചത് സാറയായിരുന്നു. അവൾ 1ാം നമ്പർ അടിച്ചു. അറേബ്യയിൽ നിന്ന് വന്നവരൊക്കെ ഇങ്ങനെ വളയും പൊളിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൗലിദ് സാഹിത്യരചനയിലും അതിന്റെ ആകർഷണത്തിലും അതിന്റെ അഭിരുചിയിലും അതിന്റെ എല്ലാ ഗുണഗണങ്ങളിലും അത് മെച്ചപ്പെട്ടതാണ്. പക്ഷേ ഈ മൗലിദുകൾക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ട്. റസൂലുള്ളാഹിന്റെ കീർത്തനങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കുന്ന ഒരു രംഗമുണ്ട്. ആ കീർത്തനം നാം അകലെ നിന്ന് പറയുകയാണ്, അകലെ നിന്ന് പാടുകയാണ്. അതിന്റെ ഒരു യാഥാർത്ഥ്യത്തിന്റെ ലോകമുണ്ട്. ആ ലോകത്തെ കുറിച്ചാണ് നമ്മുടെ മങ്കൂസ് മൗലിദിൽ തന്നെ പറയുന്നത്. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യതിന്നാസു ബില്ലുജജി യൗമ യതിന്നാസു ബില്ലുജജി. അവിടുത്തെ മുഖമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് കാണണം. ആ മുഖം കാണാൻ കാത്തിരിക്കണമെങ്കിൽ ആ സാന്നിധ്യത്തിന് വേണ്ടിയാണ് സിയാറത്ത് നാം നിർവഹിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ സാധിക്കുന്ന പരമാവധി ആ റൗള ശരീഫിൽ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയലാണ്. ഇതാണ് മൗലിദിന്റെ ലക്ഷ്യം. മൗലിദ് അവിടെയാണ് പരിസമാപ്തി കുറിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അവിടെയാണ്. ഇതാണ് മഹാനായ വൈരുദ്ധ്യ മഹദൂമുകൾ തന്നെ രചിച്ച മൗലിദുകളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. قلت كيف لي دليل وتهمل لي رسائل أيها الشوق الجزيل نحوها تلك المنازل في اللشايع والبكور. എല്ലാവരും മജ്ലിസിന് തയ്യാറായി. അവരുടെ പരമമായ ലക്ഷ്യം ഹജ്ജ് മാത്രമാകില്ല. പണം ഉണ്ടായവർ മാത്രമല്ല പോകുന്നത്, പാവപ്പെട്ടവരും പോകുന്നുണ്ട്. പ്രവാചകന്റെ ദർശനം, പ്രവാചകന്റെ റൗളയുടെ സന്ദർശനമാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ എനിക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനത്തെ എത്രയോ ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. ഹജ്ജിന് വേണ്ടി ഹജ്ജിന് പോകുന്ന യാത്രയപ്പുകാർക്ക് അവരുടെ പിന്നിൽ വാങ്ങുകൊടുക്കുന്നു.
വാഹനങ്ങൾ വരുന്നു പോകുന്നു, പലരെയും സൽക്കരിക്കുന്നു, പലരും വിരുന്നിൽ കൂടുന്നു. ഈ സമയത്ത് ഹജ്ജിന് പോകാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത, ശാരീരിക ശേഷിയില്ലാത്ത ഒരാൾ വിലപിക്കുകയാൽ അയാളുടെ വിലാപമാണ് ഈ വരികളിൽ നേരിച്ചു കാണുന്നത്. അവരവരുടെ വാഹനങ്ങളെല്ലാം തയ്യാറാക്കി. യാത്രക്കവർ തയ്യാറായി വിളിച്ചു, വാങ്ങു വിളിച്ചു, അല്ലെങ്കിൽ ഇതാ പോകാൻ തയ്യാറായി എന്നുള്ള അറിയിപ്പ് കൊടുത്തു. ആ സമയത്ത് എനിക്ക് കഴിയുന്നില്ല, ജീത്തുഹും, ഞാൻ അവരെ സമീപിച്ചു. എന്റെ കണ്ണീർ ധാരധാരയായി ഒഴുകുന്നു. ഞാൻ എന്ന് പറഞ്ഞു. അതിൽ ഒരാളെ കണ്ടു, ആ യാത്രയുടെ മേധാവിയെ കണ്ടു. പറയാ, ദലീൽ, എന്റെ സ്നേഹിത, എനിക്ക് വേണ്ടി എന്റെ ആശയം നിറവേറ്റി തരുന്ന മാന്യ വ്യക്തി, എനിക്കൊരു കാര്യം പറയാണ്ട് കുൽത്തു കിത്യാദലി, എനിക്ക് വേണ്ടി സ്വല്പം ഒരു സെക്കൻഡ്. സംഗതി എന്താണെന്ന് വെച്ചാൽ എന്റെ ഈ കുറിപ്പ് താങ്കൾ കൊണ്ടുപോകണം. എന്താണ് ഈ കുറിപ്പിന്റെ ഉള്ളടക്കം? അപാരമായ പ്രേമം ആ പ്രവാചകനോട് എനിക്കുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹത്തായ പ്രേമം, അപാരമായ പ്രേമം, അദമ്യമായ പ്രേമം, അവാച്യമായ പ്രേമം, പറഞ്ഞു തീർക്കാനാകാത്ത പ്രേമം. ആ പ്രേമം എനിക്കുണ്ട്. ഇതൊന്ന് ആ വിവരം അവിടെ എത്തിക്കണം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് എനിക്ക് വേണ്ടി എന്റെ ഒരു സലാം അവിടുന്ന് പറയണം. ആ വീട്, ഒരുപാട് കുടിലുകൾ അവിടെ ഉണ്ടല്ലോ, വീടുകളുണ്ടല്ലോ. ഫാത്തിമ ബീവിയുടെ വീടുണ്ട്, ആയിഷ ബീവിയുടെ വീടുണ്ട്, അങ്ങനെ പലരുടെയും വീടുകൾ അവിടെയുണ്ട്. അതിന്റെ എല്ലാം കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. ആ കേന്ദ്രങ്ങളെയെല്ലാം ഞാൻ അഗാധമായി സ്നേഹിക്കുന്നു. അതാണ് എന്റെ സ്നേഹം, അതാണ് എന്റെ ജീവിതം. ഈ വിവരം അവിടെ നിന്നൊന്ന് പറയണം കേട്ടോ. എനിക്ക് പോകാൻ സമയം ലഭിച്ചിട്ടില്ല, കാർഡ് വന്നിട്ടില്ല, നമ്പർ കിട്ടിയിട്ടില്ല. കുല്ലുമം ഫിൽ കൗനി ഹാമു ഫിക യാ ബായിൽ ജബീനു വലഹും ഫിക വറാമു വഷ്തിയാകും വഹനീനു. ലോകം മുഴുവനും അങ്ങയെ ആശ്രയിക്കുന്നു, നിങ്ങളിൽ അവർക്കെല്ലാം പ്രതീക്ഷയുണ്ട് എന്ന് കവി പാടുന്നു, പറയുന്നു. ഇങ്ങനെ പോകാനാകാത്തവന്റെ മനസ്സിന്റെ പ്രയാസമാണ് ഈ റസായിൽ തുടങ്ങിയ കവിതകളിൽ കാണുന്നത്. അപ്പം കീർത്തനങ്ങൾ നാം ലോകത്തിന്റെ ഏതോ ഭാഗത്തിൽ നിന്ന് പറയുന്നു എങ്കിലും, സലാം ലോകത്തിന്റെ ഏതോ ഭാഗത്തിൽ നിന്ന് നാം പറഞ്ഞയക്കുന്നുണ്ടെങ്കിലും, നമ്മുടെ പരമമായ ലക്ഷ്യം അവിടെയാണ്. സഹാബാക്കൾ ചോദിച്ചു, സഹാബാക്കൾ ചിലർ ഇങ്ങനെ കരയുകയാണ്. ആ സമയത്ത് റസൂൽ ചോദിച്ചു, എന്താണ് നിങ്ങൾ കരയുന്നത്? സഹാബാക്കൾ ഹൃദയം വളരെ ശക്തിയുള്ളവരുണ്ട്, ഉമറുൽ ഫാറൂഖിനെ പോലുള്ളവർ. എന്നാൽ വളരെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന, വിഷമിച്ചുകൊണ്ടിരിക്കുന്ന, പിടിച്ചു നിർത്താനാകാത്ത, ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളുള്ളവരുണ്ട്. അവരിൽ ചിലർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. റസൂൽ ചോദിച്ചു, എന്താണ് നിങ്ങൾ കരയുന്നത്? അവർ പറഞ്ഞു, നബിയെ, ഇവിടുന്ന് നിങ്ങളുടെ മുമ്പിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങയുടെ ഉറക്കും ഉണർച്ചയും രഹസ്യവും പരസ്യവും എല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു, കാണുന്നു. അങ്ങയില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്കില്ല. അവിടെ നിന്ന് വഫാത്തായാൽ ഞങ്ങൾ ഇതിനെന്ത് ചെയ്യും? ഈ അവസ്ഥ തിരിച്ചു കിട്ടാൻ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണല്ലോ വഫാത്തായപ്പോ പലരും തലകറങ്ങിയത്, പലർക്കും ബുദ്ധിഭ്രമം സംഭവിച്ചു പോയത്. അങ്ങനെ അവർ പറയുന്നു, നബിയെ, അങ്ങനെ കാണാതെ ഇപ്പോൾ ജീവിക്കാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് വഫാത്തായാൽ എന്ത് സംഭവിക്കും? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ഒന്നുകില്ലെന്ന് ഗുണവും ദോഷവും തൂക്കുന്ന ആ തുലാസിനരിയിൽ കാണാം, അവിടെ ഞാൻ വന്നേക്കും, അവിടെ കാണാം. ഇല്ലെങ്കിൽ ഹൗദുൽ കൗസർ തടാകത്തിന്റെ അരികിൽ എന്നെ നിങ്ങൾക്ക് കാണാം. എന്റെ കൈ കൊണ്ട് ഞാൻ നിങ്ങൾക്ക്
ഹൗലുൽ കൗസർ നിങ്ങൾക്ക് ഞാൻ കുടിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു. അപ്പോ നാം മനസ്സിലാക്കണം, ഈ കാണാൻ കഴിയാത്ത സലാം കൊടുത്തയച്ച ആളുകൾക്ക് അവസാനമായി ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് പ്രവാചകൻ പറഞ്ഞതായി രണ്ടാലൊരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്നെ കാണാം. മഹാന്മാരായ ഔലിയാക്കളും അത് പറഞ്ഞു. ഫഇൻ ശഹത്തിൽ മീസാനു വല്ലാഹി അനലഹ ഫഅന്നീനായാതും ബിൽതുഫിൽ ഹഖീഖതി അവൈജുകും മക്ലിയത്തുൻ ഗൈറ അന്നനി ഉരീദുകും തംശു തരീഖൽ ഹമീദതി. മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അവർ പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് തുലാസിന്റെ അവിടെ കാണാം. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുടർച്ചയാണ്. ഇവർക്ക് ആർക്കും സ്വന്തമായില്ല, എല്ലാം ഒരൊറ്റ തുടർച്ചയാണ്. അപ്പോ നമ്മുടെ ലക്ഷ്യം ഈ മൗലിദുകളും റാത്തിബുകളും എല്ലാം നാം ചെല്ലുന്നുവെങ്കിൽ അവരുടെ സാന്നിധ്യമാണ്. ഇതാണ് വജ്ഹുക്കൽ വല്ലാഹു ഹുജ്ജത്തുനാ യൗമ യഅതി നാസു ബിൽ ഹുജജി. ഈ ലോകത്ത് റസൂലുള്ളാഹിന്റെ റൗള സന്ദർശിക്കാൻ കഴിയാത്തവർക്ക് അവർ നിരാശപ്പെടേണ്ട. റസൂലുള്ളാഹിയെ തന്നെ അവിടെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് ഹൗലുൽ കൗസർ നമുക്ക് കുടിക്കാൻ സാധിക്കും എന്ന് അവിടെ നിന്ന് തന്നെ പറയുക. ഇമാം മുസ്ലിം തുടങ്ങിയ പ്രഗത്ഭരായ ഹദീസിന്റെ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, മൗലിദിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കീർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വല്ല തെറ്റിദ്ധാരണകളുമുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളെല്ലാം നാം തിരുത്തിയേ പറ്റൂ. മൗലിദി എന്ന് പറഞ്ഞാൽ അതാണ് ഇസ്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ് ലോകത്തിന്റെ ഏറ്റവും ആദ്യത്തെ പ്രഖ്യാപനം. എല്ലാ മതങ്ങളുടെ പ്രഖ്യാപനങ്ങൾ പരിശോധിച്ചാലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന്റെ ആശയം കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മുടെ ദേശീയ ഗാനത്തിന്റെ സ്ഥാനം, നമ്മുടെ ദേശീയ ഭരണഘടനയാണ്, നമ്മുടെ ദേശീയ സാഹിത്യമാണ് ഫാത്തിഹ. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം, പ്രോദ്ഘാടനം, തുടക്കം എന്നല്ലേ. അതിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവസ്തുതി കീർത്തനങ്ങളും അത് അള്ളാഹുവിന് വേണ്ടി തന്നെയാണ്. ഏതായി സർവസ്തുതി കീർത്തനം? നാം ഉസ്താദ്മാരെ സ്തുതിക്കുന്നു, ഇമാമിയങ്ങളെ സ്തുതിക്കുന്നു, പ്രവാചകനെ സ്തുതിക്കുന്നു, ഔലിയാക്കളെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള സ്തുതി കീർത്തനങ്ങളെല്ലാം അത് ഫലത്തിൽ അള്ളാഹുവിന് തന്നെയാണ്. സ്തുതി കീർത്തനം അത് നല്ലതാണ്, അത് ഇബാദത്താണ്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ മഹാത്മാക്കളെ നാം സ്തുതിക്കുന്നു എങ്കിൽ ആ സ്തുതി അള്ളാഹു ഫലത്തിൽ അത് ഇബാദത്ത് എന്ന നിലക്ക് അള്ളാഹു തആലക്കാൻ. പണ്ടൊരു മൗലവി പറഞ്ഞു, അയാൾ മരിച്ചുപോയി. അയാളുടെ ആശയം അതിന് മുമ്പേ മരിച്ചുപോയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് അയാൾ മരിച്ചത്. അയാൾ പറഞ്ഞു, ഇനി ഒരു കുഴപ്പവുമില്ലാത്ത മൗലിദാണെന്ന് വിചാരിക്കാം. അയാൾ പറയാം, ഇപ്പൊ നിലവിലുള്ള മൗലിദുകളിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഇർത്തക്കബുത്തുവലഹത്തായ നബിയെ ഞാൻ പാവം ചെയ്തിരിക്കുന്നു, എന്റെ പാവം പൊറുക്കണിന് അവിടുന്ന് ശുപാർശ ചെയ്യണമെന്നൊക്കെ പറയുന്നു. അത് തെറ്റാണ്, അത് ശിർക്കാണ്. അത് പാവം പൊറുക്കൽ അള്ളാഹു തആല മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ കാര്യം അള്ളാഹു തആല തന്നെ ചെയ്യുന്നത്. എല്ലാ സംഗതിയും അന്തിമ വിശകലനത്തിൽ അള്ളാഹു തആല തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ പല കാര്യങ്ങളും അള്ളാഹു തആല ചെയ്യാൻ പലരെയും ഏൽപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും ഔലാദികും അദുവ്വൻ ലക്കും ഫഹദറൂഹും വഇൻ തഅഫൂ വതസ്ഫൂ വതഗ്ഫിറൂ ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം. സത്യവിശ്വാസികളെ അള്ളാഹു തആല പറയുന്നു, സത്യവിശ്വാസികളെ നിങ്ങളുടെ ഭാര്യമാരിലും സന്താനങ്ങളിലും നിങ്ങളുടെ ശത്രുക്കളുണ്ട്, അവരെ സൂക്ഷിക്കണം. എന്നാൽ വഇൻ തഅഫൂ വതസ്ഫൂ നിങ്ങൾ മാപ്പ് ചെയ്ത് വിട്ടുവീഴ്ച ചെയ്തു, വതഗ്ഫിറൂ നിങ്ങൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു തആല ഗഫൂറാണ്. അപ്പൊ നിങ്ങളും പൊറുക്കുന്ന പരിപാടിയുണ്ട്, സത്യവിശ്വാസികൾ പൊറുക്കുന്ന പരിപാടിയുണ്ട്. ഇത് ഖുർആനല്ല, അതിന് ഖുർആൻ കാണണ്ടേ? ഖുർആൻ കാണുന്ന പ്രശ്നമില്ല. അതുപോലെ ഇനിയും കാണാം. നബിയെ തങ്ങൾ പറയൂ, ലില്ലദീനാമനു സത്യവിശ്വാസികളോട് പറയൂ, യഗ്ഫിറൂ പുറത്തു കൊടുക്കാൻ പറയൂ, ലില്ലദീന ലാ യർജൂന അയ്യാമല്ലാഹ് അല്ലാഹുവിന്റെ ദിവസങ്ങൾ വിശ്വസിക്കാത്ത, അതിൽ പ്രതീക്ഷിക്കാത്ത അക്രമികളുണ്ട്, അവിശ്വാസികളുണ്ട്. അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ പുറത്തു കൊടുക്കട്ടെ, യഗ്ഫിറൂ അവർ പുറത്തു കൊടുക്കട്ടെ. ഇൻകാനു ഇൻകുന്തു മുഅ്മിനീൻ നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അതെ, ഇൻകുന്തു മുഅ്മിനീൻ അതിന്റെ ശേഷം കേട്ടോ, അത് വേറെ ആയത്. ഒരുപാട് ആയത്ത് ഖുർആനിലുണ്ട്.
അപ്പോ പൊറുക്കുന്നവരുണ്ട്. ഇനി ബുഖാരിയുടെ ഹദീസിൽ നോക്കിയാൽ കാണാം റസൂലുള്ളാഹിന്റെ പ്രത്യേകത പറയുമ്പോ അവരുടെ ഇസ്റുകൾ വിട്ടുവീഴ്ച ചെയ്യും. അതിന്റെ വ്യാഖ്യാന ബുഖാരിയിൽ കാണാം റസൂലുള്ള പൊറുക്കും, റസൂലുള്ളാഹിലേക്ക് തൗബ ചെയ്യാം. അതൊക്കെ വലിയ 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 സംഭവമാണല്ലോ. റസൂലുള്ളാഹിലേക്ക് തൗബ ചെയ്യാം. റസൂലുള്ള അംഗീകരിച്ചു പോയി. ഇനി എന്ത് ചെയ്യും ചങ്ങാതിമാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പൊ പോകുമ്പോ ഇല്ലാത്തൊന്ന് അവിടെ കണ്ട്, അതായത് ഒരു വിരി. ആ വിരിയിൽ നമുക്ക് ഉൾക്കൊള്ളാനാകാത്ത വിധത്തിലുള്ള ചില ഫോട്ടോകൾ. പ്രവാചകൻ അത് പറ്റിയില്ല. ആയിഷ ബീവിക്ക് റസൂലുള്ളാഹിക്ക് പറ്റിയില്ല എന്ന് മനസ്സിലായി. ഉടനെ ആയിഷ ബീവി പറയുന്നു, പറ്റിപ്പോയി, ഇനി അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, ഞാൻ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു, അവന്റെ റസൂലിലേക്കും ഖേദിച്ചു മടങ്ങുന്നു. ഞാൻ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു, അവന്റെ റസൂലിലേക്കും ഖേദിച്ചു മടങ്ങുന്നു. ഞാൻ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു, അവന്റെ റസൂലിലേക്കും ഖേദിച്ചു മടങ്ങുന്നു. ഞാൻ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. കണ്ടല്ലേ, അള്ളാഹുവിന്റേത് ഏറ്റവും അപാരമായ അനുഗ്രഹം. അതിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ ഇതൊക്കെ ശിർക്കാണ് എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, ഇനി ഇങ്ങനത്തെ ഒരു ശിർക്കുമില്ല, യാതൊന്നുമില്ല, വെറും അസ്സൽ മൗലിദ്, ഖുർആൻ ഹദീസ് പ്രമാണങ്ങൾ അംഗീകരിക്കുന്ന അസ്സൽ മൗലിദാണ് ഓതുന്നതെങ്കിലും അത് ഓതുന്ന വ്യക്തിക്ക് റസൂലുള്ളാഹിന്റെ പ്രീതി അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ പ്രീതി ആഗ്രഹിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ പ്രീതി ആഗ്രഹിക്കൽ ശിർക്കാണ്. എങ്ങനെയായാലും വിടൂലെന്നുണ്ട്. ഇപ്പൊ എല്ലാം വിട്ട് ഓതുന്ന വ്യക്തിക്ക് റസൂലുള്ളാഹിന്റെ പ്രീതി ആഗ്രഹിക്കാനുണ്ട്. റസൂലുള്ളാഹിന്റെ പ്രീതി ആഗ്രഹിക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കാൻ പാടുള്ളൂ. കപട വിശ്വാസികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, യഹ്ലിഫൂന ബില്ലാഹി ലക്കും ലിയുർലൂക്കും വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർലൂ. ആ കപട വിശ്വാസികൾ സത്യവിശ്വാസികളെ നിങ്ങളുടെ മുമ്പാകെ സത്യം പറയും, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് സത്യം പറയും. എന്തിന്? നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി. എന്നാൽ അല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർലൂ, അല്ലാഹു തന്റെ പ്രവാചകനുമാണ് അവർ ഏറ്റവും, അല്ലാഹുവിനെയും പ്രവാചകനെയുമാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുത്തേണ്ടത്. അപ്പൊ പ്രവാചകന്റെ ഇഷ്ടം അവർക്ക് ആവശ്യമാണ്. പ്രവാചകനെ അവർ ഇഷ്ടപ്പെടുത്തണം. ഇൻകാനു മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ. അപ്പൊ അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ പ്രവാചകന്റെ ഇഷ്ടം അവർക്ക് ഇഷ്ടമാണ്. പ്രവാചകനെ അവർ ഇഷ്ടപ്പെടുത്തണം. പ്രവാചകന്റെ ഇഷ്ടം അവർ ആഗ്രഹിക്കണം. അവർ മുഅ്മിനീങ്ങളല്ല, പിന്നെ കാഫിറുകളാണെങ്കിൽ അതിന്റെ യാതൊരു ആവശ്യവുമില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ പ്രവാചകന്റെ ഇഷ്ടം വേണം, ആ ഇഷ്ടം തേടണം. അത് വിശ്വാസിയുടെ കടമയാണ്. ഇനി കാണാം, ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു, കാനന്നാസു യതഹറൗന ബിഹദായാഹും യൗമ ആയിഷ യബ്തഗൂന മർളാത റസൂലില്ലാഹ്. കാനന്നാസ്, മഹാന്മാരായ സഹാബാക്കൾ, അന്നത്തെ സഹാബാക്കളാ, യതഹറൗന ബിഹദായാഹും, അവർ നൽകുന്ന സമ്മാനങ്ങൾ, റസൂലുള്ളാഹിക്ക് നൽകുന്ന സമ്മാനങ്ങൾ പ്രത്യേകിച്ച് അവര് ഒരു ദിവസം അതിന് പ്രത്യേകിച്ച് കണ്ടിരുന്നു. യൗമ ആയിഷ, ആയിഷയുടെ രാത്രി, ആയിഷയുടെ വീട്ടിൽ റസൂലുള്ളാഹി അന്തിയുറങ്ങുന്ന രാത്രി. അത് ആയിഷ ബീവി, ആ ദിവസത്തിന്റെ പ്രത്യേകത ആയിഷ ബീവി ഒരു ചെറുപ്പക്കാരിയായി എന്നതല്ല, ഒരുപാട് കാര്യങ്ങൾ, ദീനിയായ കാര്യങ്ങൾ അവരുമായുള്ള ആ ദിവസങ്ങളിൽ അവതരിക്കാറുണ്ട്. ഹുദൂദിയനക്കും അന്നഹദിൽ ഫതാത്തി, ഈ യുവതിയിൽ നിന്ന് നിങ്ങൾ ഇസ്ലാം മനസ്സിലാക്കണമെന്ന് പറഞ്ഞെങ്കിൽ അതാണ് അതിന്റെ സംഗതി. സൗന്ദര്യം മനസ്സിലാക്കണമെന്നല്ല പറഞ്ഞത്, ഇസ്ലാം മനസ്സിലാക്കണം. അപ്പൊ ആ നിലയ്ക്ക് ഇസ്ലാമികമായ വലിയ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന രാത്രിയാണ് റസൂലുള്ളാഹിക്ക് സന്തോഷമുള്ള രാത്രി. ആ രാത്രിയിൽ തന്നെ ആ വീട്ടിലേക്ക് ഇവർ അവരുടെ സമ്മാനങ്ങൾ എത്തിക്കാൻ പ്രത്യേകം അവർ ശ്രദ്ധിച്ചിരുന്നു. യബ്തഗൂന മർളാത റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ പ്രീതി ആഗ്രഹിക്കണം. ഇയാൾ പറയുന്നു, അല്ലെങ്കിൽ ഇവർ പറയുന്നു, എന്ത് കുഴപ്പമില്ലെങ്കിലും ആ പ്രീതി ആഗ്രഹിച്ചാൽ തെറ്റിപ്പോയി. നീതന്മാരെ, തൻ വിവരമില്ല എന്ന വിവരവുമില്ല, ഇങ്ങനെ സ്ക്വയർ വിട്ടികളായി നടക്കുകയാണ്. പിന്നെ പറയുന്നു, ഒരുപാട് ആക്ഷേപങ്ങൾ, അതിനും സമയമല്ല, ബഹുമാനപ്പെട്ട നമ്മുടെ ഹംസ സാഹിബൊക്കെ അവിടെ പ്രസംഗിക്കാനുണ്ട്. അവർ പറഞ്ഞു, മൗലിദൊന്നും എഴുതിയ ആളെ കാണൂലേ, ഒരുപാട് മൗലിദിലൊന്നും എഴുതിയ ആളെ വേറൊന്നുമില്ല, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ ചങ്ങാതി, ഈ രാജ്യത്ത് എത്രയെത്ര തെങ്ങുകളുണ്ട്.
എത്ര മൂച്ചി, ഇന്റെ രാജ്യത്ത് മൂച്ചി എന്ന് പറയും. മാവിന് നല്ല ഭാഷയിൽ പറയും. ഇരുമന്നൊക്കെ നാം തേങ്ങ പറിക്കുന്നു, തിന്നുന്നു. ഇത് യവനാ, ഏത് വാപ്പയാണ് വെച്ചത് ആർക്കറിയാം? ഈ ജാതി ഹമക്കത്തരം പറഞ്ഞു നടക്കുക. ഈ രാജ്യത്ത് ഇത്ര പുഴകളുണ്ട്, ആ പുഴകളിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. ആരാണ്ടോ ഈ പുഴ ഉണ്ടാക്കിയത്? യവനാണ്ടോ ഇതുണ്ടാക്കിയത്? ഇവിടെ ഏതെങ്കിലും മുജാഹിദ് തൊട്ടവൻ ചോദിച്ചിട്ടുണ്ടാ? വെള്ളം കുടിക്കാൻ പറ്റുമോ ഇല്ലേ അത് വേറെ നോക്കണം. അതുപോലെ മൗലിദ്, ആ മൗലിദ് തെറ്റുണ്ടോ എന്നുള്ളത് വേറെ നോക്കണം. നാം നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പള്ളി കണ്ട്, മുസ്ലിം പള്ളിയാണ്, അതിന്റെ അടയാളങ്ങളുണ്ട്, അവിടെ കയറിയിട്ട് പിന്നെ ഇത് മുസ്ലിം പള്ളിയാണോ? ഉപ്പ ആർക്കും ഉണ്ടാക്കാല. അല്ലെങ്കിൽ ഉപ്പ ഉണ്ടാക്കുന്നൊക്കെ മുസ്ലിങ്ങളാ അല്ലല്ലോ, പള്ളി ഉണ്ടാക്കുന്ന മുസ്ലിങ്ങളല്ലല്ലോ. അപ്പോ ഇത് ആരുടെ പള്ളിയാണ്? ഇത് മുസ്ലിമിന്റെ പള്ളിയാണോ? ഇത് ആരുടെ പള്ളിയാന്ന് പിന്നെ ആ പള്ളി കയറി ചോദിക്കുക, ഉറപ്പുവരുത്തുക. പിന്നെ ഇതിന്റെ കിബില ശരിക്കാണോ അല്ലേ? എടോ, അവിടെ മുസ്ലിങ്ങൾ നടന്നു പോകുന്ന സംഗതിയാ. അത് ആ നിലക്ക് അംഗീകരിച്ചോളണം. ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നല്ലോ, ഏത് മുജാഹിദാ ഇന്ന് വെള്ളിയാഴ്ചയാണെന്നുള്ള അള്ളാന്റെ കലണ്ടർ നോക്കി പറഞ്ഞത്? അള്ളാന്റെ കലണ്ടറിൽ എന്തോ ഒന്ന് വെള്ളിയാഴ്ച എന്ന്. ഇന്നലെ ജീവിച്ചോ ഇന്നലെ വ്യാഴാഴ്ച എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ജീവിക്കുന്നോ ഒന്ന് വെള്ളിയാഴ്ച എന്ന് പറയും. സൂള്ള മുതൽക്ക് സഹാബാക്കൾ അങ്ങനെ എണ്ണി പോന്നു. മുസ്ലിയാരെ, അതിലൊന്നും തെറ്റ് സംഭവിക്കില്ല, ദിവസങ്ങളിലൊന്നും തെറ്റ് സംഭവിക്കില്ല. അങ്ങനെയാണോ? എന്നാ പിന്നെ അൽക്കഹ്ഫ് സൂറത്തില് മാളവാസികള് ഇത് നമ്മൾ വന്ന ദിവസമാണോ അടുത്ത ദിവസമാണോ എന്ന് സംശയം എങ്ങനെ ഉണ്ടായി? 300 വർഷം അവരോട് ഉറങ്ങിയില്ലേ? ഒരു കണക്കിൽ 300, മറ്റൊരു കണക്കിൽ 309. എന്നിട്ടാ പറയുന്നത് ലബിസ്നായോമെന്നൗബാലയം. അപ്പൊ ദിവസങ്ങളിൽ തെറ്റുണ്ടായിരിക്കാം. പറഞ്ഞത് അങ്ങനെ പോയി, എല്ലാം പോയി. അപ്പോ ഇവിടെ ഒരു നാട്ടു നടപ്പുണ്ട്. ഇവിടെ ഈ മൗലിദ് എഴുതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാ. ആ മൗലിദ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ മൗലിദിന്റെ ഒക്കെ ആദ്യത്തിൽ ചില തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലഹു ആസ്മാഉൻ ലൈസ യുദ്റകു കുൻഹുവ വലൗലി നബിയിൻ അവലിയും ബിമ്മതി نعم عند اعتبار انتسابها لها أمات أربع ذات رفعة هو الأول والباطن الآخر الذي هو الظاهر في الكون من دون خفية كما الأولان منشأ للولاية كذا الآخران موطن للنبوة وفي بعض أحيان قد انضمتا كما എന്താണ് പറഞ്ഞത്? ഏറ്റവും വലിയ തത്വങ്ങളല്ല പറഞ്ഞത്.